بسم الله الرحمن الرحيم قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബി ഫഖാല, തോളിൽ കൈവച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കും ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെയോ ജീവിക്കണേ. ഈ ദുനിയാവ് നിന്റെ ശാശ്വതമായ ജീവിതത്തിനുള്ള ഇടമല്ല. നീ ഈ ദുനിയാവിലെ ഒരു യാത്രക്കാരൻ മാത്രമാണ്. എവിടെ നിന്നോ വന്നു എങ്ങോട്ടോ പോകുന്നതിനിടയിലുള്ള നിന്റെ ഒരു വിശ്രമ സമയം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. അല്ലെങ്കിൽ അപരിചിതനെ പോലെ, അറിയാത്ത ഒരു നാട്ടിൽ എത്തിപ്പെട്ടവനെ പോലെ ആവണം നീ. ഇതെന്റെ സ്വന്തം നാടാണെന്ന് ഒരു പ്രവാസിയും അല്ലെങ്കിൽ ഒരു അപരിചിതനും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരാളും മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു നാട്ടിൽ എത്തിപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിരിച്ച് അയാളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനിടയിൽ ഇവിടെ വന്നതാണ്, ഉപജീവനാർത്ഥമാവാം, മറ്റെന്തെങ്കിലും ദൗത്യ നിർവഹണത്തിനാവാം. അതുകൊണ്ട് തന്നെ ഇവിടം അവന്റെ സ്വന്തമാണ് എന്നവൻ കരുതുകയില്ല. അവനവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അതാണ് അപരിചിതൻ. എന്നാൽ വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ ഒരു തണൽ മരത്തിൽ വിശ്രമിക്കുന്ന, ഒരു യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഒരുവൻ, അവനെ സംബന്ധിച്ചിടത്തോളവും ആ വിശ്രമിക്കുന്ന സ്ഥലമോ ആ പരിസരമോ ആ നാടോ ഒന്നും അവന്റെ സ്വന്തമല്ല, അവന് സ്വന്തമാക്കാൻ താല്പര്യവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയായിരിക്കണം നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹമസ്രണമായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു രീതിയിലൂടെ ഇത് നിരന്തരം ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂൽ, അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്, നീ വൈകുന്നേരമായാൽ പുലർച്ച വരെ ജീവിച്ചിരിക്കുന്നവനാണെന്ന് ധരിച്ചേക്കല്ലേ. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, പ്രഭാതമായാൽ സന്ധ്യ വരെ ഞാൻ ജീവിച്ചിരിക്കുന്നവനാണെന്ന് നീ ധരിച്ചേക്കല്ലേ. വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിന്റെ ആരോഗ്യാവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയിലേക്കും, വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതഘട്ടത്തിൽ നിന്ന് നീ മരണത്തിന്റെ ജീവിതത്തിലേക്കും മരണമാകുന്ന മറ്റൊരു ജീവിതത്തിലേക്കും വേണ്ടുന്നതൊക്കെ ഒരുക്കി വെക്കണം. ആരോഗ്യമുള്ളപ്പോൾ അനാരോഗ്യമുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോകുമെന്ന ബോധത്തോടെ അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കേണ്ടവനാകുന്നു നീ. ഈ ദുനിയാവിൽ നീ രാവിലെ ജീവിക്കുന്നു, വൈകുന്നേരം വരെ എത്തുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നീ നേരം പുലർന്ന് എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, സന്ധ്യക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് നീ കരുതരുതേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, യാത്രയാണ് ജീവിതം. ഈ ദുനിയാവിൽ ജീവിതം എന്ന് പറയുന്നത് അതൊരു യാത്രയാണ്. നമ്മളും ആ യാത്രയിലാണ്, അല്ലെങ്കിൽ യാത്രക്കാരാണ്.
നമ്മളും ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു തണൽ മരച്ചോട്ടിലാണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ഒരാൾ എത്തിപ്പെട്ടാൽ അവിടുത്തെ നിയമാവലി അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമം ലംഘിച്ചുകൊണ്ടാവരുത്, അവിടുത്തെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം അയാൾ ജീവിക്കാൻ. അതുപോലെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഈ വിശ്രമ സമയത്ത് അംഗീകരിച്ചുകൊണ്ട് വിശ്രമിക്കുക. പരീക്ഷണാലയമാണ് ഈ ലോകമെന്ന് മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ പരീക്ഷണാലയമായിരുന്നാലും ഇനി വിശ്രമ കേന്ദ്രമായിരുന്നാലും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്തോ, നമുക്ക് ദുനിയാവിൽ നിർവഹിക്കേണ്ടുന്ന ദൗത്യമെന്തോ അത് അക്ഷരം പ്രതി കൃത്യതയോടെ നിർവഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, നിർദ്ദേശിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതുപോലെ തന്നെയാണ് ദുനിയാവിലുള്ള യാത്രകൾ. ഈ ജീവിതയാത്രയ്ക്ക് ഇടയിൽ തന്നെ നമുക്ക് ദുനിയാവിലും ഒരുപാട് യാത്രകൾ നിർവഹിക്കാനുണ്ട്. ആ യാത്രയെ ഇസ്ലാം ഗൗരവതരമായി തന്നെ പ്രാധാന്യത്തോടെ തന്നെ പരിഗണിച്ചിട്ടുമുണ്ട്. കേവലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിനോദയാത്ര പോകുക എന്ന് പറയുന്നത് പോലും, ഉല്ലാസയാത്ര എന്ന് പോകുക എന്ന് പറയുന്നത് പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അറിവ് തേടാനുള്ളതാണ്, അത് അനുഭവങ്ങൾ തിരിച്ചറിയാനുള്ളതാണ്, അത് ലോകത്തെ പഠിക്കാനുള്ളതാണ്, ലോകത്തിന്റെ വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പടച്ചവനെ പ്രകീർത്തിക്കാനുള്ളതാണ്. അങ്ങനെ അറിവ് നേടാനും വിശാലതയുടെ ഹൃദയത്തിന്റെ ഉടമയാവാനും പടച്ചവനെ തിരിച്ചറിയാനുമുള്ള വഴിയാണ് യാത്ര എന്നുള്ളത് എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തീയ തത്വചിന്തകനായ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പറയപ്പെടുന്ന ഒരു വാക്കാണ്, ലോകം ഒരു പുസ്തകമാണ്, ഒട്ടേറെ പേജുകളുള്ള ഒരു പുസ്തകമാകുന്നു ലോകം. എന്നാൽ യാത്ര ചെയ്യാതെ അള്ളിപ്പിടിച്ച് തന്റെ സ്വദേശത്ത്, തന്റെ സ്ഥലത്ത്, തന്റെ വീട്ടിൽ, തന്റെ ചുരുങ്ങിയ ഇടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യൻ, അവൻ ആ പുസ്തകത്തിലെ ഒരു പേജ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അഥവാ മറ്റ് പേജുകൾ വായിക്കുക എന്നുള്ളതാണ് യാത്ര. അറിവ് നേടാനുള്ളതാണ് യാത്ര, വിജ്ഞാനം നേടാനുള്ളതാണ് യാത്ര, തിരിച്ചറിവുണ്ടാകുവാനുള്ളതാണ് യാത്ര. യാത്രയുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോവാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. മാലിന്യം എളുപ്പത്തിൽ അതിൽ വരും. ഒഴുകിപ്പോകുന്ന വെള്ളമാകുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, അമ്പ് വില്ലിൽ നിന്നും പോയെങ്കിൽ മാത്രമേ അത് ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ. വില്ലിന്മേൽ തന്നെ അമ്പ് നിലനിന്നാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നില്ല, അതിന്റെ ദൗത്യം നിർവഹിക്കപ്പെടുന്നില്ല. സിംഹമായിരുന്നാൽ പോലും കൂട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭക്ഷണം ലഭിക്കില്ല, ഉപജീവനം നേടാൻ കഴിയില്ല, അത് പുറത്തിറങ്ങിപ്പോയേ തീരൂ. ഏത് കരുത്തനാണെങ്കിലും ഏത് പ്രതിഭയാണെങ്കിലും യാത്രയിലൂടെ ലോകത്തെ പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിലൂടെ ആവണം ഒരു മനുഷ്യൻ തന്റെ ബുദ്ധി വികസിപ്പിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു. വിശുദ്ധ ഖുർആനും അത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. പറയണം, ഖുൽ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരമാണ് സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നത്, ഈ പ്രകൃതിയെ ഒരുക്കുന്നത്. വൈവിധ്യമാർന്ന മനുഷ്യ ജീവിതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത രീതികൾ, അങ്ങനെ ഒരുപാട് 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 വൈവിധ്യങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്ന വൈവിധ്യങ്ങളാൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അവന്റെ വൈവിധ്യമാർന്ന ഭാഷയുണ്ട്, സംസാര ശൈലിയുണ്ട്, ജീവിത രീതിയുണ്ട്, ഭക്ഷണ രീതിയുണ്ട്, ഒക്കെയും വ്യത്യസ്തങ്ങളാണ്. അതൊക്കെ പഠിക്കുമ്പോ ഈ വൈവിധ്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന മഹശക്തിയെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയും. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരമാണ് സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. സുമ്മല്ലാഹു യുൻശിഉൻ നശ്അത്തൽ ആഖിറ. പിന്നീട്
അള്ളാഹു അവസാനം മറ്റൊരു സൃഷ്ടികർമ്മം കൂടി നിർവഹിക്കുന്നതാണ്. നമ്മൾ മരിച്ച ശേഷം വീണ്ടും നമ്മെ പുനഃസൃഷ്ടിക്കുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. ഈ ഭൂമിയിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അള്ളാഹു തന്ന ഔദാര്യമാണെന്നിരിക്കെ നമ്മളെ മരിപ്പിച്ച ശേഷവും ഇതേപോലെ അള്ളാഹു നമ്മെ ജീവിപ്പിക്കും. എല്ലുകൾ നുരുമ്പിപ്പോയി, ദ്രവിച്ചുപോയി, നാശമടഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി. അത്തരം ബുദ്ധിപരമെന്ന് കരുതുന്ന ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ശുദ്ധശൂന്യതയിൽ നിന്ന് നമ്മളെ ജനിപ്പിച്ചവനായ അള്ളാഹു അതിന്റെ അടയാളങ്ങൾ ബാക്കിയായിരിക്കെ, ജീൻ ബാക്കിയായിരിക്കെ, സെൽ ബാക്കിയായിരിക്കെ, അതിൽ നിന്നും പുതിയൊരു ജീവൻ അവനെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാകുന്നു എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ പറയുന്നു, ഖദ് ഖലത മിൻ ഖബലികും സുനനും ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾക്ക് മുമ്പ് പല ദൈവിക നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ലോകം വളരെ സുന്ദരമായി കഴിയാണിപ്പോ. വളരെ ആസ്വാദ്യകരമായ കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് എളുപ്പങ്ങൾ, ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങൾ. എന്നാൽ ഇതിനു മുമ്പും ഇവിടെ ജനപദങ്ങൾ ഉണ്ടായിരുന്നു, നന്ദിയുള്ള ജനങ്ങളുണ്ടായിരുന്നു, നന്ദി കെട്ട ജനങ്ങളുണ്ടായിരുന്നു. അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ജീവിച്ച സമൂഹങ്ങളുണ്ടായിരുന്നു. ആ സമൂഹങ്ങളെയൊക്കെ തിരിച്ചറിയാതെ, പഠിക്കാതെ, ആ ചരിത്രം ചിന്തിക്കാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് ഇപ്പോ ജീവിക്കുന്ന നീ ശുദ്ധശൂന്യനാണ്, ദുർബലമായ, ചുരുങ്ങിയ, വളരെ പരിമിതമായ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുന്നവനാണ്. നീ ചരിത്രം പഠിക്കണം, ദീൻ പഠിക്കണം, പ്രകൃതിയെ കുറിച്ച് പഠിക്കണം, ഭൂമിയെ കുറിച്ച് പഠിക്കണം, ലോകത്ത് ജീവിച്ചു മരിച്ചുപോയ ജനതയെ കുറിച്ച് പഠിക്കണം. അക്രമികളായ ജനതകൾ അവർക്ക് ഏൽക്കേണ്ടി വന്ന ശിക്ഷകൾ നിനക്ക് തിരിച്ചറിവുണ്ടാകുമെന്നും ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്. ഇത് മനുഷ്യർക്കുള്ള വിളംബരമാണ് കേട്ടോ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, ചരിത്രം പഠിക്കൂ, അവഗണിക്കപ്പെട്ട സമൂഹത്തെ, ദുർബലരായ വിഭാഗത്തെ കുറിച്ച് പഠിക്കൂ. അവരുടെ മേൽ യജമാനന്മാരായി അട്ടഹസിച്ചു കൊണ്ടിരുന്ന വലിയ വൻ ശക്തികളെ, ക്രൂരന്മാരായ ശക്തികളെ കുറിച്ച് പഠിക്കൂ. അവരുടെയൊക്കെ ഒടുക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും പഠിക്കൂ എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്. ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗവും സാരോപദേശവുമാകുന്നു. അപ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടാനുള്ളതാണ്. ഈ യാത്രയെ ഇസ്ലാം വളരെ ഗൗരവതരമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെയാണ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന നമസ്കാരത്തിൽ ഇളവുണ്ട്. അവന് യാത്ര ചെയ്തു കഴിയുമ്പോൾ, യാത്രക്കിടയിലാകുമ്പോ അവന് 2 നമസ്കാരങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കാം. അത് കസുറുമാക്കി 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്ത് വീതമായും നമസ്കരിക്കാം. ഇളവ് യാത്രക്കാരന് അനുവദിച്ചിരിക്കുന്നു. മാത്രമല്ല, സക്കാത്ത് എന്നുള്ളത് നിർബന്ധ ബാധ്യതയായി ഓരോ മുസ്ലിമും നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ്. ആ സക്കാത്തിന് അവകാശികൾ 8 പേരാണ്, 8 വിഭാഗമാണ്. അതിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് വഴിപോക്കർ, യാത്രക്കാർക്ക് 8 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായി യാത്രക്കാരെ കൂടി പരിഗണിച്ചിരിക്കുന്നു. ഒരു യാത്രക്കാരൻ ഈ നാട്ടിലെത്തിപ്പെട്ട് അവന് തിരിച്ചു പോകാൻ കാശില്ല, അവനിവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണത്തിനുള്ള സൗകര്യമില്ല, അവനിവിടെ ജോലി സംബന്ധമായ പ്രയാസങ്ങളുണ്ട്, അവന് പല രീതിയിലുള്ള അസൗകര്യങ്ങളുമുണ്ട്. ചിലപ്പോ അവൻ നാട്ടിൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളാൽ പോലുമായേക്കാം. പക്ഷെ ഇവിടെ എത്തിപ്പെട്ട ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണെങ്കിൽ സക്കാത്തിന്റെ ഒരു വിഹിതം അവന് നൽകണം. അവൻ നാട്ടിലെത്തിയിട്ട്, സാമ്പത്തിക സൗകര്യമുള്ള അവൻ നാട്ടിലെത്തിയിട്ട് തിരിച്ചു വാങ്ങാമെന്ന രീതിയിലല്ല
തിരിച്ചു തരാതിരിക്കത്തക്ക രീതിയിൽ തന്നെ നൽകണമെന്നാണ് മതം പറഞ്ഞിരിക്കുന്നത്. യാത്രക്കാരനെ മതം എത്രമാത്രം പരിഗണിച്ചിരിക്കുന്നു. നോമ്പിന്റെ വിഷയത്തിലും അതുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല, പിന്നീട് യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിയാൽ മതി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ ആലമീൻ. സൂറത്ത് റൂമിൽ പറയുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും നിങ്ങളുടെ ഭാഷകളിലും നിറങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവരാണ്. വെളുത്ത അമേരിക്കക്കാരൻ കറുത്ത ആഫ്രിക്കക്കാരന്, കറുത്ത വർഗക്കാരോട് അവന് നീരസം. ആരാണ് അവന് വെളുപ്പ് നൽകിയത്? ആരാണ് മറ്റേയാൾക്ക് കറുപ്പ് നൽകിയത്? അത് പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. ഇവരുടെ സ്വന്തം വകയല്ല. എന്നിട്ട് പോലും ഉള്ളിൽ അസൂയയും ഉള്ളിൽ അഹങ്കാരവും കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന മനുഷ്യൻ തിരിച്ചറിയണം, അതൊക്കെയും പടച്ചവന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും നിങ്ങളുടെ ഭാഷകളിലും നിറങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് പാഠമുണ്ട് എന്നും കൂടി നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നാം യാത്ര ചെയ്യേണ്ടവരാണ്, ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന് മതം പഠിപ്പിക്കുന്നത് ഇസ്ലാമിനെ, അള്ളാഹുവിനെ തിരിച്ചറിയാനാണ്. അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച് നമ്മൾ ഈ കിഴൂരിൽ മാത്രം ഒതുങ്ങി ജീവിക്കുമ്പോ, നമ്മൾ ഈ പയ്യോളി പരിസരത്ത് ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുമ്പോ ഇവിടുത്തെ ആളുകളെ നമുക്കറിയാം, ഇവിടുത്തെ സ്വഭാവ രീതികൾ നമുക്കറിയാം, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മളൊന്ന് പുറത്തു പോകണം, അന്യനാടുകളിൽ പോകണം. ഇത് മതം പ്രേരിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അത് അറിവ് നേടാനാണ്. മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര പോകാം. നമുക്ക് വയനാട്ടിൽ പോകാം, നമുക്ക് മൂന്നാറിൽ പോകാം, എവിടെയും പോകാം. അവിടങ്ങളിലൊക്കെ പ്രകൃതി ഒരുക്കി വെക്കപ്പെട്ട ആ സംവിധാനങ്ങൾ, വെള്ളത്തിന്റെ ഒഴുക്കാവട്ടെ, മലമടക്കുകളാവട്ടെ, പച്ചപ്പുകളാവട്ടെ, എന്തും പടച്ചവൻ നൽകിയതാണ്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ആ പാഠം നമ്മൾ മക്കളോടൊപ്പം പോകുമ്പോ, ഭാര്യയോടൊപ്പം പോകുമ്പോ, വിദ്യാർത്ഥിനികളോടൊപ്പം പോകുമ്പോ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട് പോലെയല്ല കേട്ടോ ഇത് കാണാനെന്തൊരു ചേലാണ്, കാണാനെന്തൊരു രസമാണ്. ഈ കാഴ്ച ഇവിടെ ഒരുക്കി തന്നത് പടച്ചവനാണ്. പടച്ചവനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും കഴിയണം. നമസ്കാരത്തിനിളവുണ്ട്, നോമ്പിനിളവുണ്ട്, സക്കാത്തിന് അവകാശിയാണ് യാത്രക്കാരൻ. മറ്റൊരു പ്രധാന കാര്യം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസ് ഇങ്ങനെ കാണാം: സലാഹു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിന്ന. ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയവുമില്ല, ഉത്തരം ലഭിക്കുമെന്ന്, പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ 3 വിഭാഗം ആളുകൾ. അതിൽ ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനാണ്. വരേണ്യവർഗത്തിന്റെ അക്രമം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദുർബലനായ മനുഷ്യൻ, തന്നേക്കാൾ കരുത്തന്റെ നീതിക്ക് വിരുദ്ധമായ പെരുമാറ്റത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ദുർബലനായ മനുഷ്യൻ, അവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു എളുപ്പം ഉത്തരം നൽകുമെന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, യാത്ര പോകുമ്പോ മതിമറന്ന് ആഹ്ലാദിച്ച് പാട്ടും പാടി തുള്ളിച്ചാടി പോകുമ്പോ പടച്ചവനെ മറന്നു പോവല്ലേ. അവിടങ്ങളിലൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത് നിരന്തരം പ്രാർത്ഥനകളായിരിക്കണം. കാരണം ആ യാത്രയിലെ പ്രാർത്ഥന പടച്ചവൻ ശ്രദ്ധിക്കാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നമ്മിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മിൽ നിന്നും പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ യാത്രയിൽ നാം സന്നദ്ധരാകണം. ഇതെന്ത് എല്ലാവിടെയും എല്ലായ്പ്പോഴും, പള്ളിയിൽ വാത്, പുറത്ത് വാത്, ഇസ്ലാം യാത്രയിൽ പോലും അതിന് സൗകര്യപ്പെടുന്നില്ലല്ലോ എന്നൊന്നും ശങ്കിച്ചിട്ടൊന്നും കാര്യമില്ല, എന്നൊന്നും പരാതി വർത്തി കാര്യമില്ല.
യാത്ര അള്ളാഹു നമ്മെ കാത്തിരിക്കുന്ന, നമുക്ക് ഉത്തരം തരുന്ന ഒരവസരമാണ് എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമത് പറയുന്നു, മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതെങ്ങനത്തെ പ്രാർത്ഥനയാണെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. മക്കൾ മാതാപിതാക്കളെ ദ്രോഹിച്ചാലൊന്നും മാതാപിതാക്കൾ തിരിച്ച് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കില്ല, സഹികെട്ടാൽ പ്രാർത്ഥിച്ചു പോകും. ആ പ്രാർത്ഥന എളുപ്പം അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. സൂക്ഷിക്കണം. അപ്പോ ആ രീതിയിലുള്ള 3 പ്രാർത്ഥനകൾക്ക് ഒരു സംശയമില്ല, അള്ളാഹു സ്വീകരിക്കും. അതാണ് യാത്ര എന്ന് കൂടി നാം അറിയുക. യാത്രയിൽ കുറച്ച് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ യാത്ര പുറപ്പെടുമ്പോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്. ഞാനിതാ തുടക്കം കുറിക്കുകയാണ്, യാത്ര തുടങ്ങുകയാണ്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ യാത്ര തുടങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എല്ലാം പടച്ചവനില്ല ഞാൻ തവക്കൽ ചെയ്തിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും എല്ലാ ശക്തിയും അള്ളാഹുവിന് മാത്രമാകുന്നു. അതുപോലെ വാഹനത്തിൽ കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നവൻ എത്ര വലിയ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് സ്വന്തം നിലക്കതിന് കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങുന്നവരാണ്. യാത്രയിൽ പോലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു പോകണം. മരണപ്പെടും, പരലോകമുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന, മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കുന്ന, നാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വിശ്വാസമാണിത്. പ്രിയപ്പെട്ടവരെ, ഒരു ഘട്ടത്തിൽ പോലും പരലോക ജീവിതം, നമ്മുടെ ജീവിത ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ദീർഘയാത്ര ചെയ്യുമ്പോഴുള്ള ഒരു വലിയ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ നിന്നോട് ഞങ്ങൾ പുണ്യം ചോദിക്കുന്നു, ഭക്തി ചോദിക്കുന്നു, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി തരണമേ എന്ന പ്രാർത്ഥന. അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് യാത്ര അറിവ് നേടാനാണ്, അള്ളാഹുവിനെ തിരിച്ചറിയാനാണ്. ഒപ്പം ആ യാത്ര പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള വെറും ആഘോഷമയമായി മാറ്റാനുള്ളതല്ല. മക്കളെയും കൊണ്ടുപോകണം, കുടുംബത്തെയും കൊണ്ടുപോകണം. അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഈ വൈവിധ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പടച്ചവനെ കുറിച്ചുള്ള പാഠം നൽകിക്കൊണ്ടേ ഇരിക്കണം. അതായിരിക്കും നമുക്ക് ഇഹത്തിലും നാളെ പരത്തിലും വലിയ ഗുണം ചെയ്യുക. അത്തരത്തിൽ ഈ യാത്രയെയും ഈ ജീവിതത്തെയും ഗൗരവതരമായി പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു മൻ ലാ നബിയ്യ ബഅദഹു വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, യാത്ര സംബന്ധമായി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലായിരിക്കണം യാത്ര നിർവഹിക്കേണ്ടത്. നമ്മുടെ ഗൗരവാവസ്ഥയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ എന്താ പറയുക, തൻപോരിമയും ഏകാധിപത്യവും ഒന്നും പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ വീർപ്പുമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വഴിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കുക. മാലിന്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വേസ്റ്റുകൾ വഴിയിൽ വലിച്ചെറിയാതിരിക്കുക. ഒരു സംഘമായി യാത്ര ചെയ്യുമ്പോൾ 3 പേരാണെങ്കിൽ ഒരാളെ അമീറായി തിരഞ്ഞെടുക്കുക. ഓരോ യാത്രയും അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വലിയ തോതിൽ ഒരുക്കി വച്ചിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിക്കൊണ്ടായിരിക്കണം യാത്രകൾ നിർവഹിക്കേണ്ടത്. അതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര
ആ യാത്ര നമുക്ക് വരുത്തി വെക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. അത്തരം യാത്രകളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമസ്കാരം പോലുള്ള കാര്യങ്ങൾ അതിനുള്ള ഇളവുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടും ഒരു കാര്യം ഉണ്ടാകില്ല. അതൊന്നും അള്ളാഹു പരിഗണിക്കുകയില്ല എന്നും കൂടി നാം അറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കിടയിലെ ബഹുമാനായ കോയിപ്പറമ്പത്ത് അബ്ദുള്ള സാഹിബ് അസുഖബാധിതനായി ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കാരണവാനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസവും അസുഖവും എളുപ്പം നീക്കിക്കൊടുക്കുകയും സുഖകരമായ ഒരവസ്ഥ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഹമീദ് സാഹിബ് മുല്ലശ്ശേരിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ സാഹിബ് കിഴൂരിലെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ദിവസം. കാരണവാനായ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും പോരായ്മകളും പുറത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ മറ്റൊരു മരണമാണ് വടകരയിലെ ഇസ്ലാഹി പ്രവർത്തകനായ അബ്ദുറഹ്മാൻ സാഹിബ്, ജാസ് അബ്ദുറഹ്മാൻ സാഹിബ്. കാരണവാനായ അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇവരൊക്കെയും അള്ളാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും ചിന്തകളും, പാപത്തിൻ്റെ ചിന്തകളും നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ, അപമാനിക്കപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഇവയെ തൊട്ടൊക്കെ റഹ്മാനെ ഞങ്ങളെ നീ കാത്തു രക്ഷിച്ച് സംരക്ഷിക്കണമേ അല്ലാഹ്. ഈമാനിൻ്റെ ഇസ്സത്തോടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലരും ഇന്ന്, ബന്ധുമിത്രാദികളിൽ പലരും ഇന്ന് രോഗികളാണ്, പ്രയാസത്തിലാണ്, അവശരാണ് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ അല്ലാഹ്. അവരുടെ അസുഖങ്ങൾക്ക് നീ സുഖം നൽകണമേ റഹ്മാനെ, റാഹത്ത് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിൽ പലരും പരലോക ജീവിതത്തിലേക്ക് യാത്രയായി പോയിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. നിന്റെ മഹാകാരുണ്യം അവരിൽ നീ സദാ വർഷിക്കുമാറാകണമേ അല്ലാഹ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, സത്യവിശ്വാസികളായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും പ്രയാസമനുഭവിക്കുകയാണ്, കടുത്ത പീഡനങ്ങൾക്ക് വിധേയരാണ് റഹ്മാനെ. അവരെ നീ സംരക്ഷിക്കണമേ അല്ലാഹ്. അവർക്ക് നീ തുണയേകണമേ റഹ്മാനെ. ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാഹ്. ഈ ലോകത്ത് സമാധാനത്തോടെയും സംതൃപ്തിയോടെയും എല്ലാ ജനങ്ങളുമായി സ്നേഹത്തോടെയും സഹകരിച്ചും ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا رب العالمين.